ചില സംഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഉത്തരം കിട്ടാത്ത രഹസ്യങ്ങൾ, ഭീതിപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലുകൾ. അങ്ങനെയൊരു സംഭവമാണ് ടംഗസ്ക. വർഷം 1908 ജൂൺ 30. സൈബീരിയയുടെ ഹൃദയഭാഗത്ത് ടംഗസ്ക നദിക്കരയിൽ ലോകം കണ്ട ഏറ്റവും വലിയ നിഗൂഢ സ്ഫോടനം നടന്നു. ഒരു സാധാരണ പ്രഭാതം, പക്ഷേ ആ പ്രഭാതം ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഒരു നിമിഷം എല്ലാം നിശബ്ദം. പിന്നീട് കാതടപ്പിക്കുന്ന ഒരു പൊട്ടിത്തെറി. ഭൂമി കുലുങ്ങി, ആകാശം പ്രകാശിച്ചു. ദൂരെ നിന്നുള്ള ഏതാനും സാക്ഷികൾ മാത്രം കണ്ടു. ആകാശത്തിലൂടെ പാഞ്ഞെത്തിയ ഒരു തീഗോളം. ആഘാതം എത്ര വലുതായിരുന്നു എന്നറിയാമോ? ഏകദേശം 2150 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 80 ദശലക്ഷം മരങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് നിലംപൊത്തി. ഇത് ഏകദേശം ഒരു വലിയ നഗരത്തിന്റെ വലിപ്പമാണ്. പക്ഷേ ഇവിടെയാണ് ദുരൂഹത ആരംഭിക്കുന്നത്. ഒരു ഉൽക്ക പതിച്ചാലുണ്ടാകേണ്ട ഭീമാകാരമായ ഗർത്തം എവിടെ? ഇല്ല, ഒരു തെളിവുമില്ല. സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങളോ ലോഹകഷണങ്ങളോ കാര്യമായി കണ്ടെത്താനായില്ല. എവിടെ പോയി ആ തെളിവുകൾ? അതുമാത്രമല്ല, സ്ഫോടനത്തിനു ശേഷം ആഴ്ചകളോളം യൂറോപ്പിലും റഷ്യയിലും ആകാശത്തൊരു വിചിത്ര പ്രതിഭാസം കണ്ടു. രാത്രിയിലും പകൽ പോലെ വെളിച്ചം നിറഞ്ഞ നീല ആകാശം. എന്തായിരുന്നു അതിന് കാരണം? ആ സ്ഫോടനത്തിന്റെ ശബ്ദം നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം വരെ കേട്ടു. എന്തായിരുന്നു ആ ശബ്ദത്തിന് പിന്നിൽ? ഈ മഹാവിസ്ഫോടനം എങ്ങനെ ഗർത്തങ്ങൾ സൃഷ്ടിക്കാതെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. 1. വായുസ്ഫോടന സിദ്ധാന്തം, അഥവാ എയർ ബേസ്റ്റ് സിദ്ധാന്തം. ഭൂമിയിലെത്താതെ അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണെങ്കിൽ ഗർത്തമുണ്ടാകില്ല. ഇതാണ് ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന സിദ്ധാന്തം. 2. ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിചിത്ര സിദ്ധാന്തം, ഒരു ചെറിയ കറുത്ത ദ്വാരം ഭൂമിയിലേക്ക് തുളഞ്ഞു കയറി എന്നുള്ളത്. ശാസ്ത്രലോകം ഇതിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഒന്നാലോചിച്ചു നോക്കൂ. 3. ഈ സംഭവം അന്യഗ്രഹജീവികളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു അന്യഗ്രഹ പേടകം പൊട്ടിത്തെറിച്ചതാകാമെന്നും വാദിക്കുന്നു. ഇതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ലെങ്കിലും അന്യഗ്രഹജീവികളെന്ന ആശയം എന്നും നമ്മെ ആകർഷിക്കുന്ന ഒന്നല്ലേ? ടുംഗസ്ക സംഭവം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കൃത്യമായ തെളിവുകളില്ലാത്തതുകൊണ്ടുതന്നെ ഈ സംഭവം കൂടുതൽ ആകർഷകവും ഭീതിതവും ദുരൂഹവുമാകുന്നു. കാലം എത്ര കഴിഞ്ഞാലും ടംഗസ്ക ഒരു കെട്ടുകഥയല്ല, ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ്. ആകാശത്ത് പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു നിശബ്ദ മുന്നറിയിപ്പ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഡിഫറന്റ് കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.